ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിലവിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടോ, അവരുടെ മനസ്സിൽ അവരെ എന്തെങ്കിലും കാര്യങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വളരെ ഡീപ്പായി പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യമേ നമുക്ക് നിങ്ങളുടെയും പേഴ്സൻ്റെയും ഇപ്പോഴത്തെ ഒരു എനർജി എങ്ങനെയാണ് റിലേഷൻഷിപ്പിൽ എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ നിങ്ങളുടെ എനർജി നോക്കാം. ഹാർട്ട് ബ്രേക്കാണ്. ഇനി നമുക്ക് പേഴ്സൺ എനർജി എടുക്കാം. ഓക്കെ, പേഴ്സൺ എനർജി ഡെത്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കാണുന്ന പോലെ തന്നെ അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആരുടെയൊക്കെ എനർജീസാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഭയങ്കരമായിട്ടുള്ള ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിരിക്കുന്നു. തീവ്രമായിട്ടുള്ള ഒരു സഹിക്കാനാവാത്തതിൽ അധികം സങ്കടമായിട്ടുള്ളൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന എനർജിയാണ്. അതൊരു പക്ഷേ പേഴ്സണിൽ നിന്നൊരു ചീറ്റിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടാകാം. അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആഴത്തിലൊരു മുറിവേറ്റിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. അതിൽ നിന്ന് റിക്കവർ ആവാൻ സാധിക്കാത്ത വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ മേ ബി ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റ് നടന്നിട്ട് കുറച്ചായിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് കരകയറാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോഴും ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ കണ്ണ് നിറയുന്ന വ്യക്തികളായിരിക്കാം. അത്രയേറെ ഒരു പെയിൻ ഈ ഒരു ബന്ധത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാം. ഇനിയിപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് ഒരുപാട് സ്നേഹത്തോടെയും അല്ലെങ്കിൽ അത്രയും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും ഒക്കെ തന്ന് പെരുമാറിയിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. അവരിപ്പോൾ നിങ്ങളോടൊപ്പം ഉണ്ടാവണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ചിലവരെ സംബന്ധിച്ചുണ്ടെങ്കിലും ഇല്ലാത്ത പോലെ എന്ന് നമ്മൾ പറയില്ലേ, അതായത് അവർ പഴയ താല്പര്യമോ സ്നേഹമോ ഇല്ലാതെ ഇരിക്കുന്നൊരവസ്ഥ കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ അതികഠിനമായിട്ടുള്ള ഒരു ഒറ്റപ്പെടൽ, വിഷമം, സങ്കടം ഇങ്ങനെയുള്ളൊരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു മാനസികാവസ്ഥയിലൂടെ പോകുന്നു, അതിൽ നിന്ന് റിക്കവർ ആവാനായിട്ട് സാധിച്ചിട്ടില്ല. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നുള്ള ഒരു പെയിൻ സ്റ്റിൽ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരുടെയൊക്കെ എനർജീസാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് വളരെ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിൽ നിന്ന് ഏറ്റിട്ടുള്ള മുറിവായിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ അതികഠിനമായിട്ട് വിഷമിപ്പിച്ചൊരു കാര്യം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. സ്റ്റിൽ അതിൻ്റെ ഒരു പെയിൻ ഹോൾഡ് ചെയ്തിരിക്കുന്നവരുടെ എനർജിയാണ്. ഇനി ഇതുപോലെ ഈ വ്യക്തിയുടെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 ആസ്പെക്റ്റിൽ പറയാം. അതിലൊന്നെന്ന് പറയുന്നത്, ഈ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിലവിലത്തെ ഒരു അവസ്ഥ എന്താണോ ആ ഒരു സ്റ്റേജ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. വളരെ പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ചിലപ്പോൾ നോ കോൺടാക്റ്റ് ആയിരിക്കാം, എന്ത് തന്നെ വേണമെന്നുണ്ടെങ്കിലും ആവാം. അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ഇടപെടാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കാം. അപ്പോൾ അത് കംപ്ലീറ്റ്ലി എൻ്റെ ഒപ്പം ആക്കണം, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ പോയാൽ പോരാ എന്നുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാം. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ട്രാൻസ്ഫോർമേഷൻ വേണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. ചിലവരെ സംബന്ധിച്ച് ആ ഒരു റീബർത്താണ്. ഡെത്ത് എന്ന് പറയുമ്പോൾ എപ്പോഴും അതിനോടൊപ്പം തന്നെ ആ ഒരു റീബർത്തും ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്ന് പറയുന്ന രീതിയിലുള്ള മൊത്തത്തിൽ കാര്യങ്ങൾക്ക് ഒരു മാറിയ സമീപനം വേണം എന്നുള്ള ആ ഒരു ചിന്താഗതി നമുക്കിവിടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നല്ലതുപോലെ കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. ഇനി ഇതുപോലെ ചില റിലേഷൻഷിപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രതിസന്ധികളോ അല്ലെങ്കിൽ തടസ്സങ്ങളോ ഒക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒളിച്ചോടാതെ അത് നേരിടണം, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യണം
ധീരമായിട്ട് നേരിടുക എന്ന് നമ്മൾ പറയില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള എനർജി നമുക്കിവിടെ കാണാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിലവിലത്തെ അവസ്ഥയിൽ നിന്നുള്ള ഒരു മാറ്റം ആഗ്രഹിക്കുന്ന തരത്തിലാണ് നമുക്ക് പേഴ്സൻ്റെ എനർജി ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് വേണ്ടി സ്പ്രെഡ് എടുക്കുമ്പോൾ നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. അവർക്ക് എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ടോ, അവരുടെ മനസ്സിൽ ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ ഒരു എനർജി എന്നുള്ളത് നമ്മൾക്ക് നോക്കാം. Three of Cups, Seven of Coins, Nine of Swords, Five of Swords, Five of Cups, Sun, Nine of Wands, Knight of Wands, Four of Swords, Six of Wands, Seven of Swords, Two of Cups, Death, Four of Wands, Nine of Cups, Three of Wands, Page of Coins. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് വളരെ എവിഡൻ്റ് ആയിട്ട് കാണാം. അതായത് ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യം തന്നിട്ടുണ്ട് എന്ന് അവർക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്. അവർക്ക് അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ട്. അതിപ്പോൾ അവർ നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അവർക്കറിയാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്ന, നിങ്ങൾക്ക് ഒരു വലിയ മാനസിക വിഷമം തരുന്ന കാര്യങ്ങൾ അവർ നിങ്ങളോട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഒരുപക്ഷെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളോട് ഏതെങ്കിലും തരത്തിൽ ഒരു മൈൻഡ് ഗെയിം വരെ കളിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അതായത് ചില കാര്യങ്ങൾ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി വിഷമിക്കും, അല്ലെങ്കിൽ അവർക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നറിഞ്ഞിട്ടും അത് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു തരത്തിലുള്ള ഒരു എനർജിയൊക്കെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരുപാടൊരു പെയിൻ തരുന്ന രീതിയിൽ, നിങ്ങളെ മാനസികമായിട്ട് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഈ വ്യക്തി പെരുമാറിയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് നല്ലൊരു ധാരണയുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ദാറ്റ് മീൻസ് മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അറിഞ്ഞുകൊണ്ട് വേദനിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ വേദനിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നറിഞ്ഞിട്ടും ചില സാഹചര്യങ്ങൾ ഈ ഒരു പേഴ്സൺ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ മറ്റൊരു കാര്യം കാണാൻ സാധിക്കുന്നത്, ഈ ഒരു പേഴ്സൺ എത്രയൊക്കെ ഹേർട്ട് ചെയ്താലും അല്ലെങ്കിൽ നിങ്ങൾക്ക് പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങൾ തന്നു കഴിഞ്ഞാലും നിങ്ങൾ അങ്ങനെ അവരെ വിട്ടിട്ട് പോവില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ പറയാം. ഇപ്പം അത് ചിലപ്പോൾ നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടായിരിക്കും. ഓൾറെഡി നമ്മൾ നേരത്തെ നിങ്ങളുടെ എനർജി എടുത്തപ്പോഴേ കണ്ട കാര്യമാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യം ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അത് ചിലവർ അങ്ങനെ തന്നെ എക്സ്പ്രസ് ചെയ്ത് കാണിക്കുന്ന ആൾക്കാരുണ്ട് പാർട്ട്ണറോട്, ചിലവരത് ഉള്ളിൽ സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആ ഒരു പെയിൻ തന്നൊന്നും നിങ്ങളെ ഹേർട്ട് ചെയ്തു എന്നുള്ളത് അവർക്കറിയാം. പക്ഷേ അങ്ങനെ ഹേർട്ട് ചെയ്താലും നിങ്ങൾക്ക് അവരെ മറക്കാൻ പറ്റില്ല, അങ്ങനെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കളഞ്ഞിട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം കൂടി അവർക്ക് അറിയാം. അപ്പോൾ അവിടെ നമുക്ക് അവരുടെ ഒരു കോൺഫിഡൻസ് ലെവലാണ് കാണാനായിട്ട് കഴിയുന്നതെന്ന് തന്നെ പറയാം.
അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ട് ഓവർ കോൺഫിഡൻ്റ് ആവുമ്പോൾ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതായത് ഓവർ കോൺഫിഡൻ്റ് ആവുമ്പോഴത്തേക്കും അവിടെ വലിയൊരു അറ്റൻഷൻ കൊടുക്കണ്ട. ഈ പറഞ്ഞതുപോലെ നമ്മളവിടെ കുറച്ച് വേദനിപ്പിച്ചു അല്ലെങ്കിൽ അവരെ കുത്തി നോവിച്ചാലും അവർ പോവില്ല. ആ ഒരു തരത്തിലൊക്കെ കാണാനായിട്ട് തുടങ്ങും. അത് പല റിലേഷൻഷിപ്പിലുള്ളൊരു സംഗതിയാണ്. ചിലപ്പോൾ ചില റിലേഷൻഷിപ്പിലൊക്കെ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പിണങ്ങി പോകുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ട്. ഞാനല്ലെങ്കിൽ മറ്റൊരു ചോയ്സിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ കാണുമ്പോഴത്തേക്കും ചില ആൾക്കാർ അവരുടേതായിട്ടുള്ള ഒരു ക്യാരക്ടർ അങ്ങനെയുള്ളതുണ്ടെങ്കിൽ പോലും ഹൈഡ് ചെയ്ത് വെക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ എത്രയൊക്കെ കുത്തി നോവിച്ചാലും എത്രയൊക്കെ നമ്മൾ ചീറ്റിങ് കാര്യങ്ങളൊക്കെ അനുഭവിച്ചാലും അത് സഹിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ക്ഷമിക്കാൻ തയ്യാറാവുന്നവരുണ്ട്. അല്ലെങ്കിൽ അതൊക്കെ ഞാൻ സഹിച്ചോളാം. എന്നെ എന്നെ വിട്ടു പോകാഞ്ഞാൽ മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ബെഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അതൊരു വല്ലാത്ത തരത്തിലുള്ള ഒരു ഓവർ കോൺഫിഡൻസ് കൊടുക്കുക. ആ ഒരു വ്യക്തിയെ തന്നെ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ മൈൻഡ് ഗെയിമൊക്കെ കളിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ വല്ലാത്ത തരത്തിലൊരു എന്താ പറയുന്നത്, ഒരു പെരുമാറ്റം തന്നെ കാഴ്ചവെച്ചെന്ന് വരാം. അതായത് ഹേർട്ട് ചെയ്യും എന്നറിഞ്ഞുകൊണ്ട് വീണ്ടും വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും പെൻഡിങ് ലിസ്റ്റിലേക്ക് പോവുക. ഇപ്പോൾ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കൊടുക്കുമ്പോഴാണ് എന്താണോ നമ്മളുടെ പാർട്ട്ണറുടെ ആവശ്യം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണോ, റിലേഷൻഷിപ്പിൽ അവർക്കും കുറച്ചൊരു ടൈം കൊടുക്കേണ്ട ഒരു സമയമാണ്, അവർക്കൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കേണ്ട സമയമാണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് അത് അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നത്. അതിന് പകരമായിട്ട് അവർ എനിക്ക് വേണ്ടി കാത്തിരിക്കും, എവിടെയും പോവില്ല, അവിടെ തന്നെ ഉണ്ടാവും, സോ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മതി അതിലേക്കുള്ളൊരു ശ്രദ്ധ എന്നുള്ളൊരു കാര്യം വരുമ്പോഴും ഈ അനുഭവിക്കുന്ന വ്യക്തിക്ക് ഇത് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ കാര്യത്തിൽ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്തോരം സാഹചര്യം അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനൊക്കെ അവർ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് ഇവരെ തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ള ഒരു സംഗതി ഇവിടെ കാണാം. അതൊരു പക്ഷേ ഈ ഒരു പേഴ്സൺ ഒരു ആംഗിളിലും കൂടി കാണുന്നത് നിങ്ങളുടെ ഒരു സ്നേഹം, നിങ്ങൾക്ക് സ്നേഹമുണ്ട് എന്നുള്ളതിന് ഉപരിയായിട്ട് ചിലപ്പോൾ ആ ഒരു പേഴ്സൻ്റെ ഒരു പവർ കൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു അതായത് ഞാൻ വലിയൊരു സംഭവമാണ്, എന്നെ അങ്ങനെ കളഞ്ഞിട്ട് പോകാൻ പറ്റില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ അത്ര നല്ലൊരു പാർട്ട്ണർ അവർക്ക് കിട്ടില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഒരു സെൽഫ് പ്രൈഡായിട്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ തന്നെ സ്വയം കാണുന്ന ഒരു വ്യക്തിയും കൂടി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ അവർക്കൊരിക്കലും നിങ്ങളവരെ കളഞ്ഞിട്ട് പോയില്ല. കാരണം അവരെന്തോ ഒരു വലിയ സംഭവമായിട്ട് തന്നെ അവർ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പേഴ്സണെ കളഞ്ഞിട്ട് പോകുമോ എന്നുള്ള ഒരു ചിന്താഗതി തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു വ്യക്തിയിൽ നമുക്ക് കാണാം. അത് എന്ത് കാരണം കൊണ്ടാണെന്നുണ്ടെങ്കിലും അവർ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെ അവരെ ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ല. പെയിൻഫുള്ളായിട്ടുള്ള സാഹചര്യം തന്നു കഴിഞ്ഞാലും അല്ല മറ്റെന്ത് പ്രശ്നം ഇതിനകത്ത് ഉണ്ടായി കഴിഞ്ഞാലും നിങ്ങൾ വിട്ടു പോവില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ ഇതിനകത്ത് എന്തോരം വേണമെങ്കിലും ക്ഷമയോടെ വെയിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ റെഡി ആയിരിക്കും. അല്ലെങ്കിൽ എന്തൊക്കെ തിരിച്ചടികൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ കുറച്ചൊരു ബൗണ്ടറി നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളിത് ഒഴിവാക്കി പോവില്ല. ഇത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് എൻഡ് ചെയ്ത് കളയാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ധാരണ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഉണ്ടെന്നുള്ളത് നമുക്കിവിടെ കാണാം. ഇവിടെയെല്ലാം നമുക്ക് അത് റിഫ്ലക്റ്റ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഒരുപാട് പെയിൻ തന്നിട്ടുണ്ട്, അവർ ഭയങ്കര ക്രൂക്കഡായിട്ട് പെരുമാറിയിട്ടുണ്ടാവാം, മൈൻഡ് ഗെയിം കളിച്ചിട്ടുണ്ടാവാം, നിങ്ങൾക്ക് ഒരുപാട് സങ്കടപ്പെടുത്തുന്ന അവസ്ഥകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. പക്ഷേ സ്റ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അവരെ ഒഴിവാക്കി പോകാനായിട്ട് കഴിയില്ല. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ വെയിറ്റ് ചെയ്യും, നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കും എന്നുള്ളൊരു തോന്നൽ ഈ ഒരു പേഴ്സണുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവർ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് ആ ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു ചേഞ്ച് നമുക്ക് ചെറിയ രീതിയിൽ കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യത്തിലൊരു ഡിലേ വരുത്തിയിട്ടുള്ള ഒരു പേഴ്സണാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങളെ വേദനിപ്പിച്ചു എന്നൊക്കെ അവർക്കറിയാം, നിങ്ങൾക്ക് വേണ്ടത്ര ഒരു പരിഗണന ചിലപ്പോൾ തന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ അതിനൊരു മാറ്റം മനസ്സിനകത്ത് അവർക്കുണ്ടാവുന്നുണ്ട്. നമ്മൾ നേരത്തെ എടുത്തപ്പോഴും നമുക്ക് കിട്ടിയതാണ് അവരുടെ ആ ഒരു ഡെത്ത് എനർജിയാണ് നമുക്ക് ഓവറോളായിട്ട് വന്നിട്ടുള്ളത്. അപ്പോഴും നമ്മൾ പറഞ്ഞു ചില കാര്യങ്ങൾ ചില പാറ്റേണൊക്കെ മാറ്റാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത്. സെയിം നമുക്കത് ഇവിടെയും റിപ്പീറ്റായിട്ട് കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. അതായത് ഇതിനകത്ത് ഇപ്പോൾ ഒരു ഡെഡ് എൻഡായിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് വെയിറ്റിംഗ് എനർജി, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ അനന്തമായിട്ട് സൈലൻ്റായിട്ട് പോകുന്ന ഒരു അവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നോ കോണ്ടാക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പാറ്റേൺ അവർ ചേഞ്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിലുള്ള ഒരു കാരണവും നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം. അതായത് നിങ്ങളെ അവരിപ്പോൾ വളരെ സസ്പീഷ്യസ് ആയിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളവരെ വിട്ട് പോകാനൊന്നും പോകുന്നില്ല, കാരണം ആ ഒരു പേഴ്സണെ വിട്ട് കളയുക നിങ്ങൾ ഒരിക്കലും ഉദ്ദേശിക്കില്ല എന്നൊക്കെയുള്ളൊരു തോന്നലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഇവിടെ
അവർക്കൊരു സംശയത്തിൻ്റെ നിഴലിൽ അവരിപ്പം നിങ്ങളെ നോക്കി കാണുന്നുണ്ട്. ഒരു പക്ഷേ നേരത്തെ നമ്മൾ നിങ്ങളുടെ ഒരു എനർജി എടുത്തപ്പോൾ പറഞ്ഞു ഒരുപാട് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. പക്ഷേ നിങ്ങളതിപ്പോൾ കാണിക്കുന്നുണ്ടാവില്ല. ആ ഒരു പെയിൻ നിങ്ങളുടെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുന്ന ഒരവസ്ഥയായിരിക്കാം. പുറമേക്ക് പ്രദർശിപ്പിക്കുന്നുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ അത് ഞാൻ ഓക്കെ ആണെന്നുള്ള രീതിയിലായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുള്ള ഡിഫിക്കൽട്ട് സ്റ്റേജിലും നിങ്ങൾ ചിലപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അവരിൽ ഒരു സംശയം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, ഈ ഒരു പേഴ്സൻ്റെ ഇമേജിന് തന്നെ കോട്ടം വരുത്തുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അവരുടെ ഒരു എന്തെങ്കിലും രഹസ്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അത് നിങ്ങൾ പബ്ലിക് ആക്കുമോ എന്നുള്ളൊരു പേടിയായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം, ആ ഒരു കുറുക്കനെയാണ് കാണിക്കുന്നത്. അതായത് അവർക്ക് ആ ഒരു സംശയത്തിൻ്റെ നിഴലിൽ അവർ ഇപ്പോൾ നിങ്ങളെ നോക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ആ ഒരു പഴയ വിഷമവും കാര്യങ്ങളൊന്നും കാണിക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയോ, ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട് ചിലപ്പോൾ അവർക്ക് ഈ ഒരു സമയത്ത് ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ പ്രത്യേകിച്ചും നേരത്തെ ഉണ്ടായിരുന്ന ഇവരോടുള്ള സമീപനം നിങ്ങൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ 100/100 നമുക്ക് പറയാം അത് തന്നെയാണ് അതിൻ്റെ കാരണം എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ബെഗ് ചെയ്യുന്നു, അല്ലെങ്കിൽ അകൽച്ചയിലാണ്, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം, എന്നെ ഉപേക്ഷിച്ചിട്ട് പോകരുത്, അങ്ങനെയൊക്കെ പറഞ്ഞ് നടന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതൊന്നും പറയുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ആ പെയിൻ ഉണ്ട്, അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. വിഷമം നല്ലതുപോലെ അനുഭവിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. ഈ ഒരു പേഴ്സൻ്റെ മുന്നിലാണെന്നുണ്ടെങ്കിലും എനിക്കിനി എൻ്റെ ഒരു സെൽഫ് വർത്ത് കളയാൻ കഴിയില്ല എന്നുള്ളൊരു ചിന്താഗതി നിങ്ങൾ കാണിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഇവരില്ലെങ്കിൽ ഓക്കെ ആണെന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ടാവാം. അപ്പോൾ അത് അവരിൽ ഭയങ്കരമായിട്ടുള്ളൊരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പേടി, സസ്പീഷ്യസ് ആയിട്ട് കാണുന്ന ഒരവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ വരെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ സമൂഹത്തിൻ്റെ മുന്നിൽ വളരെ ഒരു സ്റ്റാറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഇമേജ് ഉണ്ട്, ഒരുപാട് പേര് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം ഏതെങ്കിലുമൊക്കെ തരത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു വ്യക്തിത്വത്തിന്, അല്ലെങ്കിൽ മറ്റുള്ളവരെ വലിയൊരു രീതിയിൽ കണ്ടിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ കോട്ടം തട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും രഹസ്യങ്ങളും, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവരുടെ ഒരു നിലനിൽപ്പ് വരെ അവതാളത്തിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലുണ്ടെങ്കിൽ അവരിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തൊരു ആശങ്ക, അല്ലെങ്കിൽ ഒരു പേടിയൊക്കെ അവർക്ക് തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്രയും നാൾ അവർക്കത് തോന്നാൻ ഉള്ള സാഹചര്യം ഇല്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് നിങ്ങൾ ഒരിക്കലും വിട്ടു പോയില്ല എന്നുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അവരത് വലിയൊരു സംഭവം ആയതുകൊണ്ടാണെന്നുണ്ടെങ്കിലും അങ്ങനെ എന്നെ ഉപേക്ഷിച്ച് കളയൊന്നുമില്ല. എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് ഞാൻ എന്ത് ചെയ്താലും അവർ പോവില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു സംശയത്തിൻ്റെ നിഴലും കൂടി നമുക്കിവിടെ കാണാം. ഇനി മറ്റൊരു ആംഗിളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത്രയും വേദനിപ്പിച്ചിട്ടുണ്ട്, ഒരു വ്യക്തിയെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് താങ്ങാവുന്നതിലധികം പെയിൻ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ നമ്മളുടെ ചില രഹസ്യങ്ങളും അവരുടെ കൈകളിലുണ്ട്. അപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ പഴയ ഒരു ആറ്റിറ്റ്യൂഡൊന്നും തിരിച്ച് കാണിക്കുന്നുമില്ല. സോ ഞാൻ ചെയ്തതിനുള്ള ഒരു പ്രതിഫലം ഈ പേഴ്സൺ എനിക്ക് തിരിച്ചു തരുമോ, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ എന്നോട് ദേഷ്യമുണ്ടോ, എന്നോട് അവർ പ്രതികാരം ചെയ്താലോ എന്നൊക്കെയുള്ള ആ ഒരു ചിന്ത വന്ന് തുടങ്ങുന്ന ഒരു സമയം എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോകുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യം അവരുടെ മനസ്സിനകത്തുണ്ട്. അപ്പോൾ ഇവർക്ക് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടോ എന്ന് വെച്ചാൽ അത് അങ്ങനെ അവർ ചിന്തിക്കുന്നുണ്ട്. അതൊരു പക്ഷേ അവരുടെ തെറ്റിദ്ധാരണയായിരിക്കാം, നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ള സ്നേഹം തന്നെ ഉണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ അവരെ മറ്റുള്ളവരുടെ മുന്നിൽ കരിവാരി തേക്കാണെന്ന് വിചാരിക്കുന്നുണ്ടാവില്ല. പക്ഷേ ആ ഒരു പേഴ്സൺ അങ്ങനെ കരുതുന്നുണ്ടെന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ വീണ്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ്. ആ ഒരു പഴയ പാറ്റേൺ, അല്ലെങ്കിൽ നിലവിലത്തെ പാറ്റേൺ എന്തായിക്കോട്ടെ അത് അവസാനിപ്പിച്ച് അവരുടെ ഡെത്തിൽ നിന്ന് റീബർത്തിലേക്ക്, അല്ലെങ്കിൽ വീണ്ടും ആ ഒരു റീയൂണിയനൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കുറച്ചും കൂടി ബന്ധം ദൃഢമാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു എനർജി, ആ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ കുറച്ചും കൂടി, അതായത് നിങ്ങൾക്കൊരു അറ്റൻഷൻ തരാനായിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ ഈ പറഞ്ഞതുപോലെ ഒരു റെസ്റ്റിങ്ങിലായിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു എന്താ പറയുന്ന ഒരു പരിഗണനയോ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് തരാതെ അവരവരുടെ കാര്യമായിട്ട് പോവുകയാണ്. നിങ്ങളെ പെൻഡിങ് ലിസ്റ്റ് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ആക്ഷൻ എടുക്കണം എന്നവർക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെയാണ്, അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. ഇതാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലാനിങ് നടപ്പിലാക്കുന്ന ഒരു എനർജി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ആ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു പേഴ്സൺ അറിയാമായിരിക്കാം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്. ഇപ്പോൾ ചിലവരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഒരു ബന്ധം ഒരു ബൗണ്ടറി ഇട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്, അവരുടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊരു സമയം നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കണമെന്നായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അവർക്കറിയാം എന്താണ് നിങ്ങളുടെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിരുന്നത് എന്നുള്ളത്. അത് നടത്തിത്തരണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഇങ്ങനെയുള്ളൊരു കാരണം കൂടി ഉണ്ട്
എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കുക. കുറച്ചൊരു നിങ്ങളുടെ കാര്യത്തിൽ ഓവർ കോൺഫിഡൻ്റ് ആയിരുന്ന വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ കോൺഫിഡൻസിന് ഒരു കോട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കാണാം, ഇവിടെയാണെന്നുണ്ടെങ്കിൽ വളരെ ആ ഒരു അനുനയിപ്പിക്കുന്ന എനർജിയാണ്, പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് അവിടെയെല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നോ കോൺടാക്റ്റ് പീരീഡിലാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് വരും. കാരണം അവരുടെയും കൂടി ഒരു നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെയും കൂടി ഒരു മനസ്സമാധാനത്തിൻ്റെ ആവശ്യമാണ്. നിങ്ങളെ പൂർണ്ണമായിട്ടും അകറ്റി നിർത്തുകയും നിങ്ങൾക്ക് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ തരികയും ചെയ്ത ഒരു പേഴ്സണും കൂടിയാണ്. അപ്പോൾ ആ ആ ഒരു രീതിയിൽ തന്നെ തുടരുകയാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ ലൈഫിലും കൂടി റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളൊരു സംഗതി അവർക്കറിയാം. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു സമീപനവും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. നിങ്ങൾ കുറച്ചൊരു സ്റ്റേൺ ആയി എന്നൊക്കെ അവർക്കൊരു തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും അവർ കൂടുതലായിട്ട് ഇപ്പോൾ ഒന്ന് കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ മേത്ത് ആ ഒരു സംശയം വരാനുള്ള ഒരു കാര്യം പോലും അതായിരിക്കാം. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എത്ര പേർക്ക് റെസണേറ്റ് ആവുന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ വളരെ കുറച്ച് വ്യക്തികൾക്കായിരിക്കും റെസണേറ്റ് ആവുന്നത്. എന്താണെന്നുണ്ടെങ്കിൽ നിലവിൽ ഈ പറഞ്ഞ ഒരു ഹഡിൽസിലൂടെ അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങൾ തന്നു പോകുന്ന ഒരു വ്യക്തികളുടെ എനർജിയൊക്കെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡിനും കൂടി ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ശരിക്കും കണക്റ്റ് ആവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 3, നമ്പർ 13 ആൻഡ് നമ്പർ 19. ഇതുപോലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയാക് സൈൻസ് സ്കോർപിയോ ആൻഡ് ഏരീസ്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണുമായിട്ട് സ്ട്രോങ് ബോണ്ടിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.